ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം. 10ാം ക്ലാസ് പാസ്സായാൽ എങ്ങനെ ഷിപ്പിൽ കയറാൻ സാധിക്കും? 10ാം ക്ലാസ് +2 ഇങ്ങനെ കോഴ്സുകളൊക്കെ കംപ്ലീറ്റ് ആയിട്ട് നിൽക്കുന്നവരാണെങ്കിൽ ഈ വ്ളോഗ് തീർച്ചയായും കാണേണ്ടതാണ്. എൻ്റെ ഈ ചാനൽ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ പാരൻസിനും എല്ലാ നല്ലവരായ സുഹൃത്തുക്കൾക്കും ഈ വ്ളോഗിലേക്ക് തീർച്ചയായും സ്വാഗതം. നിങ്ങൾക്കായിട്ടുള്ള യൂസ്ഫുൾ ആയിട്ടുള്ള വ്ളോഗ് ക്രിയേറ്റ് ചെയ്യണമെന്ന് ഒരുപാട് നാളായിട്ട് ആഗ്രഹിക്കുന്നു. ഇപ്പോഴാണ് ടൈം കിട്ടിയത്. അതുകൊണ്ടാണ് നല്ലൊരു വ്ളോഗുമായി നിങ്ങളുടെ അടുത്തേക്ക് എത്തിയിട്ടുള്ളത്. നിങ്ങളിപ്പോൾ 10ാം ക്ലാസ് +2 ഇതെല്ലാം കംപ്ലീറ്റ് ആയിട്ട് നിൽക്കുന്നവരാണെങ്കിൽ നിങ്ങൾ പല ചാനൽസിനും കയറി വീഡിയോസൊക്കെ വാച്ച് ചെയ്യുന്ന ആൾക്കാരാണ്. പക്ഷേ നിങ്ങൾക്ക് അതിനുള്ള റിസൾട്ട് കിട്ടുന്നില്ല. ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലൊക്കെ പലതും കമൻറ്റ്, ഫേസ്ബുക്കിലൊക്കെ നിങ്ങൾ കമൻറ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ അതിനുള്ളൊന്നും ആൻസർ കൈ കിട്ടുന്നില്ല. യൂട്യൂബ് ലിസ്റ്റിലൊക്കെ ആണെങ്കിലും നിങ്ങൾ പല വീഡിയോസൊക്കെ കണ്ടിട്ടുണ്ടാവും. ഈ കോളേജിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ജോലി കിട്ടും, ഈ കോഴ്സ് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഭാവിയിൽ നല്ലൊരു ഓപ്ഷൻ, നല്ലൊരു തലത്തിലേക്ക് എത്താൻ സാധിക്കും. ഇങ്ങനെ പല കാര്യങ്ങൾ നിങ്ങൾ യൂട്യൂബ് ലിസ്റ്റിലേക്ക് കണ്ടിട്ടുണ്ടാവും. ഞാനിന്ന് പറഞ്ഞു വരുന്ന കോഴ്സിൻ്റെ പേര് GP റേറ്റിംഗ്, ജനറൽ പർപ്പസ്. GP റേറ്റിംഗ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഷിപ്പിലെ ലോവസ്റ്റ് റാങ്ക് പൊസിഷനാണ്. അത് ഈസി ആയിട്ട് ഇത് ജോബ് കിട്ടാൻ പറ്റുന്ന ഒരു പൊസിഷൻ എന്നാണ് പലരും പല യൂട്യൂബ് ചാനലിലും നിങ്ങളുടെ അടുത്തേക്ക് എത്തിക്കുന്നത്. ആ കോഴ്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ എത്രയൊക്കെയാണ് ചിലവ് വരുന്നത്, എങ്ങനെയൊക്കെയാണ് അതിൻ്റെ സ്കെയില് പോകുന്നത്, അതൊക്കെയാണ് ഞാൻ ഈ ഇന്നത്തെ വ്ളോഗിലൂടെ നിങ്ങളുടെ അടുത്തേക്ക് പറയാൻ ഉദ്ദേശിക്കുന്നത്. ജനറൽ പർപ്പസ് കോഴ്സ് പഠിക്കാനായിട്ടുള്ള ഫസ്റ്റ് ക്രൈറ്റീരിയ 10ാം ക്ലാസ് +2. ഇത് 10 കഴിഞ്ഞാലും നിങ്ങൾക്ക് കോഴ്സ് ചെയ്യാൻ സാധിക്കും. +2 കഴിഞ്ഞാൽ കുറച്ചും കൂടി അഡ്വാൻറ്റേജ് ആയിരിക്കും ഭാവിയിൽ നിങ്ങൾക്ക് ജോബ് കിട്ടാനായിട്ട്. ഇംഗ്ലീഷിന് 50% മാർക്ക് ഇല്ലെങ്കിലും അത് കുറവാണെങ്കിലും കുഴപ്പമില്ല, നിങ്ങൾക്ക് ഈ കോഴ്സ് ചെയ്യാൻ സാധിക്കും. നമ്മൾ കേരളത്തിലുള്ള വ്യക്തികളാണെങ്കിൽ യൂറോടെക് മാരിടൈം അക്കാദമി, ചെന്നൈയിലാണെങ്കിൽ തന്നെ HMT ഉണ്ട്, ചെന്നൈയിലെ അമറ്റ്, HMT, പിന്നെ CMC, അങ്ങനെ ഒരുപാട് കോളേജുകൾസൊക്കെ അവൈലബിൾ ആണ് ഈ കോഴ്സ് ഓഫർ ചെയ്യുന്നത്. പിന്നെ കോഴ്സ് ചെയ്യുമ്പോൾ സമയത്ത് നിങ്ങൾക്ക് ജോലി കിട്ടുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ മാത്രം ഈ കോഴ്സ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഈ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി നിങ്ങളുടെ കയ്യിൽ നിന്ന് വരുന്ന എക്സ്പെൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ 1.75 lakh തൊട്ട് 2.5 lakh വരെയാണ് ഈ കോഴ്സിൻ്റെ സ്കെയില് പോകുന്നത്. വിത്ത് സ്പോൺസർഷിപ്പോട് കൂടി കോഴ്സ് ചെയ്യാനായിട്ട് ഒരു കോളേജ് മാത്രമാണ് അത് ഓഫർ ചെയ്യുന്നത്, ഗ്രേറ്റ് ഈസ്റ്റേൺ മുംബൈയിലേക്ക് പോവുകയാണെങ്കിൽ മാത്രമേ അവരുടെ അടുത്ത് തന്നെ ഒരുപാട് കപ്പലുകളുണ്ട്. അവർ തന്നെ നിങ്ങൾ കോഴ്സ് കംപ്ലീറ്റ് ആയതിനു ശേഷം അവർ തന്നെ അവരുടെ കപ്പലിലേക്ക് വിടുന്നതാണ്. ഇനി വിത്തൗട്ട് സ്പോൺസർഷിപ്പിലും ഈ കോഴ്സ് ചെയ്യാൻ സാധിക്കും. വിത്തൗട്ട് സ്പോൺസർഷിപ്പ് കൂടെ കോഴ്സ് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ സർവീസ് ചാർജ് കൊടുത്താൽ മാത്രമേ നിങ്ങൾക്ക് ഷിപ്പിലേക്ക് കയറാൻ സാധിക്കുകയുള്ളൂ. ഇതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് വരുന്നത് നിങ്ങൾക്ക് മർച്ചൻ്റ് ഷിപ്പിലേക്ക് സപ്ലൈ വെസൽ ഏത് ഭാഗത്തേക്ക് വേണമെങ്കിലും മൂവ് ചെയ്യാം. പാസഞ്ചർ ഷിപ്പിലേക്ക് കിട്ടണമെങ്കിൽ എക്സ്പീരിയൻസ് വേണം. COP, സർട്ടിഫിക്കറ്റ് ഓഫ് പ്രൊഫഷൻസി, 80 months ഓഫ് സെയിലിംഗ്, 80 months ഓഫ് സീ സർവീസ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞ് DG ഷിപ്പിങ്ങിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് COP എടുക്കാൻ സാധിക്കും. COP കയ്യിലുണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് പാസഞ്ചർ ഷിപ്പിംഗ് കമ്പനിയിലേക്ക് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ. സോ നമുക്ക് മർച്ചൻ്റ് ഷിപ്പിൽ നോക്കാം. മർച്ചൻ്റ് ഷിപ്പിൽ ഫസ്റ്റ് കിട്ടുന്ന പൊസിഷൻ OS ആയിരിക്കും. ഡെക്ക് സൈഡിൽ കയറുകയാണെങ്കിൽ OSഉം, എൻജിൻ സൈഡിലേക്ക് മൂവ് ചെയ്യുകയാണെങ്കിൽ വൈപ്പർ. നിങ്ങൾക്ക് തന്നെ തീരുമാനിക്കാം ഈ കോഴ്സ് കഴിഞ്ഞ് ഷിപ്പിലേക്ക് അപ്ലൈ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഡെക്ക് സൈഡിലേക്ക് പോകണോ എൻജിൻ സൈഡിലേക്ക് പോകണോ എന്ന്. പ്രത്യേകം ശ്രദ്ധിക്കുക, ഈ കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചീഫ് എഞ്ചിനീയറോ ക്യാപ്റ്റനോ ആകാൻ സാധിക്കില്ല. പല കോളേജുകളും പല യൂട്യൂബ് ചാനൽസിലും നിങ്ങളോട് പറയുന്നുണ്ട് ഈ കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ക്യാപ്റ്റൻ ആകാം, ചീഫ് എഞ്ചിനീയർ ആകാം. ഇതൊന്നും ഒരു പോസിബിൾ ആയിട്ടുള്ള കാര്യമല്ല. GP റേറ്റിംഗ് കോഴ്സും ഉണ്ട്. പിന്നെ ഇത് വെച്ച് എത്ര സാലറി വരെ കിട്ടും, അതാണ് ഇതിൻ്റെ മെയിൻ അഡ്വാൻറ്റേജ്. മർച്ചൻ്റ് ഷിപ്പിൽ നിങ്ങൾ കയറുകയാണെങ്കിൽ ഇപ്പോൾ സ്റ്റാർട്ടിങ്ങിൽ തന്നെ നിങ്ങൾക്ക് കിട്ടുന്ന സാലറി ചിലപ്പോൾ $250 to $500 വരെയൊക്കെ ആയിരിക്കും കിട്ടുന്നത്. COP എടുത്തു കഴിഞ്ഞാൽ പാസഞ്ചർ ഷിപ്പിലേക്ക് അപ്ലൈ ചെയ്യുക. ഞാൻ വർക്ക് ചെയ്ത ലാസ്റ്റ് ലക്ഷറി ഷിപ്പിൽ കൊടുത്തുകൊണ്ടിരുന്നത് COP ഉള്ള വ്യക്തിക്ക്, അത് ഓയിലറായിട്ടാണ് COP കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവർ ഹയർ ചെയ്യുന്നത്. ഓയിലറായിട്ട് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫസ്റ്റ് കിട്ടുന്ന സാലറി $1,800. പിന്നെ ഓവർ ടൈം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് $2,000 വരെ പോകും. $2,000 into 83, ഇപ്പോൾ കമ്പയർ ചെയ്യുന്ന മനസ്സിലാവും. 1,40,000 ഇന്ത്യൻ രൂപ, ആ റേഞ്ചിൽ സാലറി നിങ്ങളുടെ കയ്യിൽ കിട്ടും. പിന്നെ എക്സ്പീരിയൻസ് ആകുന്നതനുസരിച്ചിട്ട് മാക്സിമം ഒരു $2,800 വരെ ഈ കോഴ്സ് കഴിഞ്ഞ വ്യക്തികൾക്ക് എൻജിൻ സൈഡിൽ മൂവ് ചെയ്ത് പോകാൻ സാധിക്കും. ഈവൻ ഡെക്ക് സൈഡിൽ വരെയാണെങ്കിൽ നിങ്ങൾക്ക് AB തൊട്ട് ബോസം വരെ മൂവ് ചെയ്യാൻ സാധിക്കും. ബോസിൻ്റെ സാലറി $3,000 ആണ് പാസഞ്ചർ ഷിപ്പിൽ ഞാൻ വർക്ക് ചെയ്ത ലാസ്റ്റ് ബസ്സിൽ കൊടുത്തുകൊണ്ടിരിക്കുന്നത്.
സോ അവിടം വരെയാണ് ഡെക്ക് സൈഡിൽ പോകുന്നത്. എൻജിൻ സൈഡിൽ അപ് ടു ചീഫ് വൈപ്പർ അവർ വരെ നിങ്ങൾക്ക് മൂവ് ചെയ്തെത്താൻ സാധിക്കും. അതാണ് ഈ GP റേറ്റിംഗ് കോഴ്സ് കൊണ്ടുള്ള ഡിഫറൻസ്. ഇനി നമുക്ക് നോക്കേണ്ടത് ഈ കോഴ്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ എങ്ങനെയാണ് ചീഫ് എഞ്ചിനീയർ ഭാഗത്തേക്ക് പോകാൻ സാധിക്കുന്നത്. അതാണ് പല വ്യക്തികൾക്കും ഉള്ള കൺഫ്യൂഷൻ, എന്താണ് മുന്നോട്ട് പോകേണ്ടതെന്ന്. നമ്മുടെ ഇന്ത്യയിൽ കൊടുക്കുന്ന ലൈസൻസ് വെച്ച് കഴിഞ്ഞാൽ NCV, നോൺ കോസ്റ്റൽ വെസൽ COC ആണ് അവർ പ്രൊവൈഡ് ചെയ്യുന്നത്. ഫോറിൻ ഗോയിങ് വെസൽ COC കിട്ടാനായിട്ട് ഒന്നില്ലെങ്കിൽ UK പോകണം, അല്ലെങ്കിൽ ന്യൂസിലാൻഡ്, അല്ലെങ്കിൽ സിംഗപ്പൂർ. ഇതൊക്കെയാണ് കമ്പനി അപ്രൂവ്ഡ് ആയിട്ടുള്ള COCകൾ. ഇത് പാസഞ്ചർ ഷിപ്പിലേക്ക് നിങ്ങൾക്ക് ചീഫ് എഞ്ചിനീയർ തലത്തിലേക്ക് എത്താനായിട്ടുള്ള ക്രൈറ്റീരിയ. ഇപ്പോൾ നിങ്ങൾ ഓയിലറായിട്ട് സെയിൽ ചെയ്യുന്നു വെച്ചോ, അതിനുശേഷം FG ഫോറിൻ ഗോയിങ് വെസൽ FG COC എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് തേർഡ് എഞ്ചിനീയറായിട്ട് ഷിപ്പിലേക്ക് തിരിച്ചു വരാൻ സാധിക്കും. അത് ആദ്യം കമ്പനിയോട് പറഞ്ഞ് ക്ലിയർ ആയതിനു ശേഷം മാത്രം ഈ കോഴ്സ് ചെയ്യാൻ വേണ്ടി പോവുക. അത് കഴിഞ്ഞ് വരികയാണെങ്കിൽ തേർഡ് എഞ്ചിനീയർ സ്റ്റാർട്ടിംഗ് സാലറി $6,500 വരെ ലാസ്റ്റ് വർക്ക് ചെയ്ത വെസലിൽ കൊടുക്കുന്നുണ്ട്. സോ അത് കുറച്ച് കടങ്ങൾ അതിന് കടക്കാനുണ്ട്. ഞാനൊരു വ്ളോഗിൽ പറയുന്നതാണ് UK COC എടുക്കാനുള്ള ക്രൈറ്റീരിയ എത്ര രൂപയൊക്കെയാണ് ചിലവാകുന്നതെന്ന്. സോ നമ്മുടെ ടോപ്പിക്ക് GP റേറ്റിംഗ്. 10ാം ക്ലാസ് കഴിഞ്ഞിട്ട് പലരും ഏത് കോഴ്സിന് വേണ്ടി പോകണമെന്നുള്ള മുന്നോട്ട് പോകണമെന്ന് തങ്ങി നിൽക്കുന്ന വ്യക്തികളാണെങ്കിൽ ഈ വ്ളോഗ് കണ്ട് തീർച്ചയായും നിങ്ങൾക്ക് തന്നെ തീരുമാനിക്കാം എങ്ങോട്ടേക്ക് മൂവ് ചെയ്യണമെന്ന്. എൻജിൻ സൈഡിലും ഡെക്ക് സൈഡിലുമുള്ള ടെക്നിക്കൽ പരമായിട്ടുള്ള വ്യക്തികൾക്ക് താല്പര്യമുള്ള പൊസിഷനിലേക്കുള്ള കാര്യങ്ങളാണ് ഈ പറഞ്ഞിട്ടുള്ളത്. പിന്നെ 10ാം ക്ലാസ് കഴിഞ്ഞ് നിങ്ങൾക്ക് ഏത് കോഴ്സ് വേണമെങ്കിലും എങ്ങോട്ട് വേണമെങ്കിലും മൂവ് ചെയ്യാം. അത് ഒരുപാട് വലിയ ചാപ്റ്ററാണ്. നമുക്ക് നെക്സ്റ്റ് വ്ളോഗിലേക്ക് ഞാനത് പറഞ്ഞു തരുന്നുണ്ട്. എങ്ങോട്ടേക്ക് വേണമെങ്കിലും നിങ്ങൾക്ക് ഏത് കോഴ്സ് തിരഞ്ഞെടുത്ത് കഴിഞ്ഞാൽ ഈസി ആയിട്ട് ഷിപ്പിലേക്ക് കയറാൻ പറ്റുമെന്ന്. ഇപ്പോൾ പറഞ്ഞിട്ടുള്ള GP റേറ്റിംഗ് കോഴ്സ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഏത് വെസലിലേക്ക് വേണമെങ്കിലും ഭാവിയിലേക്ക് മൂവ് ചെയ്യാൻ വേണ്ടി സാധിക്കും. നല്ലൊരു ഓപ്ഷനാണ്. അധികം പൈസ മുടക്കാണ്ട് തന്നെ നിങ്ങൾക്ക് ഷിപ്പിൽ കയറാൻ സാധിക്കുന്ന ഈസിയസ്റ്റ് ആയിട്ടുള്ള പൊസിഷനാണ് GP റേറ്റിംഗ്. പിന്നെ കോഴ്സ് കഴിഞ്ഞ് ചിലപ്പോൾ ജോലി കിട്ടാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടാണ്. സർവീസ് ചാർജൊക്കെ കൊടുക്കേണ്ടി വരും. അല്ലാണ്ട് ഒരാൾ നിങ്ങളെ ഇപ്പോൾ ഈ ടൈമിൽ ജോലി കിട്ടുകയില്ല. അത് നിങ്ങൾക്കറിയാം ഇപ്പോഴത്തെ അവസ്ഥകൾ എങ്ങനെയാണ്. എല്ലാവരും UK കാനഡയൊക്കെയാണ് ചൂസ് ചെയ്യുന്നത്. അവിടെ ഭയങ്കര കഷ്ടപ്പാടാണ്. അതുകൊണ്ട് പലരും ഇപ്പോൾ ഷിപ്പിലേക്ക് വരാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. സോ അതിപ്പോൾ എല്ലാ ഷിപ്പിംഗ് കമ്പനികൾക്കും കറക്റ്റായിട്ട് അറിയാം എന്താണ് നടക്കുന്നതെന്ന്. സോ അതുകൊണ്ട് അവർ അതനുസരിച്ചുള്ള റേറ്റ് മേടിക്കാൻ ചാൻസ് കൂടുതലാണ്. പ്രത്യേകം ശ്രദ്ധിക്കുക. സർവീസ് ചാർജ് കൊടുക്കുന്ന സമയത്ത് ഏജൻസിയെ കറക്റ്റായിട്ട് വെരിഫൈ ചെയ്യുക. അതിനുശേഷം മാത്രം കൊടുത്ത് കയറാൻ വേണ്ടി ശ്രമിക്കുക. സോ ഇതാണ് ജനറൽ പർപ്പസ് GP റേറ്റിംഗ്. പിന്നെ കോഴ്സ് 6 മന്ത് കോഴ്സൊക്കെയാണ് വരുന്നത്. 6 മന്ത് കോഴ്സ് സമയത്ത് എല്ലാ കാര്യങ്ങളും പഠിപ്പിച്ചു തരും. ഷിപ്പിൽ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, എങ്ങനെയൊക്കെയാണ് കൺട്രോൾ ചെയ്യേണ്ടത്, ആ കാര്യങ്ങളെല്ലാം അതെല്ലാം ഈ കോഴ്സിലെല്ലാം കവേർഡ് ആവുന്നതാണ്. വിത്ത് അക്കോമഡേഷൻ കൂടി തന്നെയാണ് അവർ ഈ കോഴ്സിൻ്റെ ഫീസ് നിങ്ങളുടെ കയ്യിൽ നിന്നും വാങ്ങിക്കുന്നത്. സോ ഇതൊക്കെയാണ് GP റേറ്റിംഗ് ജനറൽ പർപ്പസ് എന്ന കോഴ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ നിങ്ങൾ പല യൂട്യൂബിലും പല ഇൻസ്റ്റാഗ്രാമിലൊക്കെ കമൻറ്റ് ചെയ്യുന്നുണ്ട് എങ്ങനെയാണ് ജോബ് കിട്ടുന്നത്, എങ്ങനെയാണ് 10ാം ക്ലാസ് കഴിഞ്ഞ് ഞാൻ ഇത് കോഴ്സിന് പോകണം. അതിനുള്ള ചെറിയൊരു ഉദാഹരണമായിട്ടാണ് ഞാൻ ഈ വ്ളോഗിൽ നിങ്ങളുടെ അടുത്തേക്ക് എത്തിച്ചിട്ടുള്ളത്. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ GP റേറ്റിംഗ് കോഴ്സ് ചൂസ് ചെയ്യാം. നല്ലൊരു ഓപ്ഷനാണ്. ഇപ്പോൾ പലരും പല കോഴ്സുകളൊക്കെ എടുത്ത് പോകുന്നുണ്ട്, പക്ഷേ അതിനുള്ള ബെനിഫിറ്റ് ഒന്നും കിട്ടുന്നില്ല. സോ നിങ്ങൾക്ക് അധികം പൈസ മുടക്കാണ്ട് തന്നെ ഷിപ്പിൽ കയറാൻ പറ്റിയ ഒരു ഓപ്ഷനാണ് ജനറൽ പർപ്പസ് എന്ന കോഴ്സ്. ഈ വ്ളോഗ് യൂസ്ഫുൾ ആയിട്ട് തോന്നുമെങ്കിൽ എല്ലാ സുഹൃത്തുക്കളും നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ അടുത്തേക്ക് എത്തിക്കുക. നിങ്ങൾക്ക് യൂസ്ഫുൾ അല്ലെങ്കിലും അവർക്ക് തീർച്ചയായും യൂസ്ഫുൾ ആവുന്നതാണ്. അപ്പോൾ എല്ലാ നമ്മുടെ സുഹൃത്തുക്കൾക്കും see you and bye bye.